ഹലോ ഹായ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഡസ്കി സ്കിൻ ടോണിനും ഫെയർ സ്കിൻ ടോണിനും ഒരേപോലെ നന്നായിട്ട് മാച്ച് ആവുന്ന നല്ലൊരു അടിപൊളി ലിപ് ഷെയ്ഡ് നമുക്ക് പരിചയപ്പെട്ടാലോ. അപ്പോൾ ഇതാണ് കേട്ടോ ആ ഒരു ഷെയ്ഡ് വന്നിട്ട്. ഇത് മാസിൻ്റെ മൂസ് മാറ്റ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഇത് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും. ഔട്ട് ഓഫ് സ്റ്റോക്കാണ് കേട്ടോ. എപ്പോൾ നോക്കിയാലും ഇത് ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ഏകദേശം ഒരു മാസം അടുക്കായിട്ടുണ്ട്. എനിക്കിപ്പോഴാണ് ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റിയത്. അതുമാത്രമല്ല, ഞാൻ ഒരു ഷെയ്ഡ് കൂടി സെർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡും കൂടി ഞാൻ നോക്കുന്നുണ്ടായിരുന്നു. അത് ഞാൻ 2 ഷെയ്ഡാണ് വാങ്ങിച്ചത്. ഇതെനിക്ക് ഉപയോഗിച്ചതിന് ശേഷം ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസിയൊക്കെ ഇഷ്ടപ്പെട്ടതിന് ശേഷം കേട്ടോ ഞാൻ രണ്ടാമത്തത് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് നോക്കിയത്. എല്ലാ സൈറ്റിലും ഔട്ട് ഓഫ് സ്റ്റോക്കാണ് കേട്ടോ. 1 or 2 മാത്രമേ അവൈലബിൾ ഉള്ളൂ. അത് ഭയങ്കര ന്യൂഡായിട്ടുള്ള അധികം ആർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെടാത്ത ഷെയ്ഡ് മാത്രമേ കിടക്കുന്നുള്ളൂ. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും. നൈക്കയിലാണെങ്കിലും ആമസോണിലാണെങ്കിലും ഫ്ലിപ്കാർട്ടിലാണെങ്കിലും പേർപ്പിളിലാണെങ്കിലും മിന്ത്രയിലാണെങ്കിലും ഒരു രക്ഷയില്ല കേട്ടോ. അത്രയ്ക്കും വൈറലായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് 2 പോപ്പുലർ ആയിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് 2 നല്ല എന്താ പറയുക ഡാർക്കായിട്ടുള്ള ഷെയ്ഡാണ്. നമുക്ക് അത്യാവശ്യം ഫങ്ഷൻ ഇപ്പോൾ ഇതൊക്കെയാണല്ലോ വരുന്നത്. അപ്പോൾ ഫങ്ഷനൊക്കെ ഇടാൻ പറ്റുന്ന നല്ലൊരു ടൈപ്പ് ഷെയ്ഡാണ് കേട്ടോ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറിയൻ ലിപ് ടിൻറ്റിൻ്റെ സെയിം എഫക്റ്റാണ് കേട്ടോ ഇതിന് വരുന്നത്. നമുക്കറിയാം കൊറിയൻ ലിപ് ടിൻ്റൊക്കെ വാങ്ങിക്കുമ്പോൾ ഒരു 800-ന് മേളിലേക്കാണ് ആ ഒരു റേറ്റ് പോകുന്നത്. പക്ഷേ അതിൻ്റെ സെയിം ടെക്സ്ചർ സെയിം ആണ് കേട്ടോ നമുക്കിതിൽ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഭയങ്കര വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ എമൗണ്ട് പറയുകയാണെങ്കിൽ 299 റുപ്പീസാണ് വരുന്നത്. എനിക്ക് അതിലും ചീപ്പ് റേറ്റിലാണ് കേട്ടോ കിട്ടിയത്. വരുമ്പോൾ തന്നെ ഔട്ട് ഓഫ് സ്റ്റോക്കായിട്ട് പോകുമായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിത് രണ്ടും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു പാക്കേജിങ് പറയുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു കവർ പാക്കേജിങ് ആണ് കേട്ടോ വരുന്നത്. ഇതിൻ്റെ എമൗണ്ട് 299 റുപ്പീസാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഷെയ്ഡ് വന്നിട്ട് സൂപ്പർ സ്റ്റാർ, നല്ല പോപ്പുലർ ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. ഈ ഒരു മാസിൻ്റെ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന ഷെയ്ഡാണ്. ഇതിൻ്റെ ഒരു ബോട്ടിൽ നോക്കിയേ എന്ത് ഭംഗിയാണ് കാണാനായിട്ട്, കണ്ട. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഇതിൻ്റെ ഷെയ്ഡ് നമ്പറും ഷെയ്ഡിൻ്റെ പേരും ഒക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കൂടാണ്ട് ഇതിൽ മാനുഫാക്ചറിങ്ങും എക്സ്പയറി ഡേറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനൊരു പ്ലാസ്റ്റിക് ക്യാപ്പാണ് ഇതിന് വരുന്നത്. കണ്ടോ, നല്ലൊരു അടിപൊളി ഷെയ്ഡാണ് കേട്ടോ. നമുക്കിതൊന്ന് ലിപ്പിൽ അപ്ലൈ ചെയ്ത് നോക്കാം. കണ്ടോ, നല്ലൊരു അടിപൊളി ഷെയ്ഡാണ് കേട്ടോ. ഇത് നമുക്ക് ഫങ്ഷൻ വെയർ ആയിട്ടൊക്കെ ഇടാൻ പറ്റുന്നൊരു ഷെയ്ഡാണ്. പിന്നെ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി പറയുകയാണെങ്കിൽ നമ്മൾ ശരിക്കും പൗഡർ എടുത്ത് നമ്മൾ ഇടില്ലേ, ആ സെയിം ഒരു എഫക്റ്റാണ് കേട്ടോ നമുക്ക് ലിപ്പിൽ തോന്നുക. ഭയങ്കര ഹെവി ആയിട്ടുള്ള ഫീലൊന്നുമില്ല, എന്തെങ്കിലും ഇട്ടുവെന്ന് പോലും തോന്നില്ല കേട്ടോ. നല്ലൊരു എന്താ പറയുക, നമ്മുടെ ഈ ലിപ്പിൽ ഈ ഒരു ലൈനൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ കാണേയില്ല കേട്ടോ. അപ്പോൾ അത്രയും കവറായിട്ട് നിൽക്കുന്ന നല്ലൊരു ലിപ് ഷെയ്ഡാണ്. ഇനി നമുക്ക് അടുത്ത ഷെയ്ഡ് നോക്കാം. അടുത്ത ഷെയ്ഡ് വന്നിട്ട് കുറച്ച് ഡാർക്കായിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ. ഞാൻ ഉദ്ദേശിച്ചതല്ല എൻ്റെ കയ്യിൽ കിട്ടിയത്. ഇത് വന്നിട്ട് സ്റ്റൈൽ ഐക്കൺ എന്ന് പറയുന്നൊരു ഷെയ്ഡാണ്. 02 സ്റ്റൈൽ ഐക്കൺ. ഇപ്പോൾ ഇത് രണ്ടും അത്യാവശ്യം നല്ല പോപ്പുലറായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഷെയ്ഡാണ്. ഇത് കൂടാണ്ട് 03 ആണെന്ന് തോന്നുന്നു ക്വീൻ എന്ന് പറയുന്നൊരു ഷെയ്ഡ് ഉണ്ട് കേട്ടോ. അതാണ് ഞാൻ വാങ്ങിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ആക്സിഡൻ്റലി ഇതാണ് എൻ്റെ കയ്യിൽ കിട്ടിയത്. ഇത് കുറച്ച് ഡാർക്കാണ് എങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ 3 ഷെയ്ഡാണ് എൻ്റെ ഒരു അറിവിൽ പോപ്പുലറായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ഇതും കൂടി ഒന്ന് നോക്കാം കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു ഷെയ്ഡൊന്ന് മാറ്റിയിട്ട് വരാം. ഇതിൻ്റെ ഒരു ലാസ്റ്റിംഗ് പവർ പറയുകയാണെങ്കിൽ ഒരു 4 മണിക്കൂറൊക്കെ ഇത് സർവൈവ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിക്കുകയാണെങ്കിൽ അത്യാവശ്യം പോകുന്നുണ്ട് കേട്ടോ. ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ
ട്രാൻസ്ഫർ ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടോ, അത്യാവശ്യം ട്രാൻസ്ഫർ ആവുന്നുണ്ട്, എന്നാൽ ഭയങ്കരമായിട്ട് പോകുന്നില്ല കേട്ടോ. അപ്പോൾ എന്നാലും ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി സൂപ്പറാണ് കേട്ടോ. ട്രാൻസ്ഫർ ആയാലും ഇതിന് ഭയങ്കരമായിട്ട് എന്താ പറയുക, വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ലിപ് ഷെയ്ഡ് തന്നെയാണ്. അപ്പോൾ നമുക്ക് അടുത്ത ഷെയ്ഡ് നോക്കാം കേട്ടോ. ആപ്ലിക്കേറ്റർ പറയുകയാണെങ്കിൽ സൂപ്പറാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ലിപ്പ് ലൈൻ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ പോയിൻറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ആപ്ലിക്കേറ്റർ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സൂപ്പറായിട്ട് ലിപ്പ് ലൈൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അഡീഷണലി നമുക്ക് ലിപ്പ് ലൈനറിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. ഇതിൻ്റെ ഒരു ഷെയ്ഡ് വന്നിട്ട് ഇതാണ് കേട്ടോ. കുറച്ച് ഡാർക്കാണെങ്കിലും അത്ര ബോറല്ലാത്തൊരു ഷെയ്ഡാണ് കേട്ടോ. വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നൊരു ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ നിങ്ങൾക്ക് ഇതിൽ ഏത് ഷെയ്ഡാണ് ഇഷ്ടപ്പെട്ടതെന്നുള്ളത്. ആർക്കെങ്കിലും ഈ ഒരു ഷെയ്ഡ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. നൈക്കയിലോ ആമസോണിലൊക്കെ അവൈലബിൾ ആകുമ്പോൾ അപ്പോൾ തന്നെ വാങ്ങിച്ചേക്കാം കേട്ടോ. കാരണം ഈ ഒരു പ്രൈസിന് നല്ലൊരു അടിപൊളി പ്രൊഡക്റ്റാണ്. നമ്മുടെ കൊറിയൻ ലിപ് ടിൻ്റെയൊക്കെ ഒക്കെ അറിയാമല്ലോ, അത്യാവശ്യം നല്ല റേറ്റാണ് വരുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര സൂപ്പറായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. കുറച്ച് ട്രാൻസ്ഫർ ആവുന്നുണ്ട് എങ്കിൽ പോലും ഇതിൻ്റെ ടെക്സ്ചറും അതിൻ്റെ ഒരു ഫിനിഷിംഗ് ഒക്കെ പറയുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു എമൗണ്ട് ഭയങ്കര ലെസ്സാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങിക്കുക കേട്ടോ. അപ്പോൾ ഇത്ര ഉള്ളട്ടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.